ഒരു പേവാർഡ് കിട്ടാൻ ഒരു രക്ഷയില്ലേ. ഇവിടെ കിടന്ന രോഗം കൂടുകയുള്ളൂ. വേണമെന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു പേവാർഡ് ഒഴിയും, അപ്പോൾ അങ്ങോട്ട് മാറ്റാം. ഓ, സിസ്റ്റർ മലയാളിയാണല്ലേ? ഇവിടെ വേറെ മലയാളി നഴ്സുമാരൊന്നും ഇല്ലേ? എന്തോ നാളായത്. പോവാ. ആശാനെ, എനിക്കൊരു സംശയം. നമ്മുടെ ആശാനോട് എന്താ നേഴ്സ് ഇത്ര താല്പര്യം കാണിക്കുന്നത്? ക്യോ ഐസ മജാ കർത്താ ഹൈ വോ? അത് മലയാളി ആയതുകൊണ്ടായിരിക്കും ആശാനെ. ഇത്രയും മൈലുകൾക്ക് ഇപ്പുറത്ത് വെച്ച് ഒരു മലയാളിയെ കാണുമ്പോൾ പ്രത്യേകത തോന്നുമല്ലോ. എന്നാ പിന്നെ അത് എന്നോടും തോന്നണ്ടേ? ഇതെന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ലല്ലോ. മുച്ചയൊക്കെ കുത്താ ബെൻകയാ, എന്നെ മൈൻഡ് ചെയ്തില്ല. സമയം കളയാവുന്ന വാ ഉണ്ണികൃഷ്ണ. എന്നെങ്കിലും എന്റെ കൈയും കാലും ആരെങ്കിലും അടിച്ചൊടിക്കും. അന്ന് ഞാനിവിടെ ഒന്ന് കിടക്കും. ഇവിടെ സുന്ദരികളായ നഴ്സുകളാണല്ലോ ഉള്ളത്. യഹാം ബഹുത്ത് അച്ഛൻ നഴ്സ്. എന്തായാലും ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? നാട്ടിൽ ഉപേക്ഷിച്ചു പോന്ന ഞാൻ എങ്ങനെയും മരുഭൂമിയിലെത്തിയെന്ന്. ഉപേക്ഷിച്ചിട്ട് പോന്നു? അതെ. നാട് വിടുന്നതിന് മുൻപ് എന്നോടൊരു വാക്കെങ്കിലും പറയാതിരിക്കുമോ? ക്ഷമിക്കൂ ശകുന്തളി, അപ്പോഴത്തെ ചുറ്റുപാടിൽ എനിക്കൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ല. മനസ്സു നിറയെ പ്രതികാരമായിരുന്നു. ആ പ്രതികാരവുമായിട്ട് രാജസ്ഥാനിലേക്കാണ് പോന്നിട്ടുള്ളതെന്ന് ഞാൻ അറിഞ്ഞു. തിരിച്ചു വരാൻ വേണ്ടി കാത്തിരുന്നു. അവസാനം വീട്ടുകാരെനിക്ക് വേറെ വിവാഹം ആലോചിച്ചു തുടങ്ങി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നാട് വിടേണ്ടി വന്നു. അങ്ങനെ ചേട്ടനെ തേടി ഇവിടെ വന്നു. നേരത്തെ നഴ്സിംഗ് പരീക്ഷ ജയിച്ചിരുന്നത് കൊണ്ട് ഈ ആശുപത്രിയിൽ ജോലിയും കിട്ടി. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇനിയും ചിലതൊക്കെ അറിയാനുണ്ട്. അതെല്ലാം പിന്നീട് മതി. എന്നെ ഇവിടുന്ന് എന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുള്ളതാണ് ഉടനെ അറിയേണ്ടത്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അത്രയേറെ തിടുക്കമായോ? ഞാനിവിടെ ഉള്ളത് കൊണ്ടാണോ? അല്ല ശകുന്തളി, അല്ല. ഞാൻ രാജസ്ഥാനിലെത്തിയത് പാഷിയോട് പ്രതികാരം വീട്ടാനാണ്. അവനോട് പ്രതികാരം ചെയ്തതിന് ശേഷമേ എനിക്ക് നിന്നെക്കുറിച്ച് പോലും ചിന്തിക്കാനാവൂ. ഓഹോ, അത് നന്നായി. സ്നേഹിക്കുന്നവർക്ക് ശത്രുവിന്റെ വില പോലുമില്ല അല്ലേ? ഇതിങ്ങനെ സംസാരിച്ചു നീട്ടിയിട്ട് കാര്യമില്ല. ശകുന്തള ഏതായാലും ഈ ആശുപത്രി തന്നെ കാണുമല്ലോ. ഞാൻ വന്ന കാര്യം ആദ്യം നടക്കട്ടെ. മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം. ചേട്ടനെയും കുഞ്ഞിനെയും അന്വേഷിച്ച് അനിയൻ വന്നിരിക്കുകയാണ്. കൊള്ളാം. എന്താണ് അയാളുടെ പേര്? മോഹൻ. അവൻ മാത്രമല്ല സാബ്, കേരളത്തിൽ നിന്ന് ഒരു ജഗദീഷും സാബിനെ അന്വേഷിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ എന്നെ അന്വേഷിച്ചു? അതെന്തിന്? സാബ് അയാളുടെ അനുജത്തെ ബലാത്സംഗം ചെയ്ത് കൊന്നു അത്രേ.
ഞാൻ പാവമാണ്. പേടിക്കണ്ട. നിങ്ങൾ ആരാ? എന്തിനാ വരുന്നത്? എല്ലാം പറഞ്ഞുതരാം. ശബ്ദം ഉണ്ടാക്കിയ ലാഭത്താണ്. പറഞ്ഞിരുന്നു വേണ്ട. നിങ്ങടുത്ത് വരൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അടുത്ത് വരാം. പേടിക്കണ്ട. താക്കോലുകൊണ്ട് ഇതൊന്ന് തുറന്നു. ഇതൊന്ന് തുറന്നു തന്നാൽ ഞാൻ ഉടനെ അങ്ങ് പോയേക്കാം. കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഒന്ന് തുറന്നു തരൂ. സുന്ദരിയാണല്ലോ. അങ്ങനെയും ഒരാൾ എത്തിയിരിക്കുകയാണല്ലേ. എവിടെയാണ് അയാൾ? PR നാഥിന്റെ വാണിജ്യ സംഘത്തിൽ. അയാൾക്ക് ഈ രാജസ്ഥാനിൽ വന്ന് മരിക്കാനായിരിക്കും വിധി. വരട്ടെ. ആശാനെ, ₹1,00,000. എന്തോന്ന് ആശാനെ നോയിക്കൊണ്ടിരിക്കുന്നേ? ഹിന്ദി വായിക്കാൻ അറിഞ്ഞൂടെ? ടാക്കു പാഷാക്കോ ജിന്ദാ യാ മൂർത്ത് പക്കട്നെ പർ സർക്കാർ ദ്വാര ₹1,00,000 കാ ഇനാം. കൊള്ളക്കാരൻ പാഷയെ കൊന്നോ കൊല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് ₹1,00,000 സർക്കാർ ഇനാമായി തരുന്നതാണെന്ന്. ഈ ₹1,00,000 ഈ ഉണ്ണികൃഷ്ണൻ വായിക്കും ആശാനെ. 4 കാശുണ്ടാക്കാൻ വേണ്ടിയാ ഞാനിവിടെ എത്തിയത്. ഇന്നതൊത്ത് കിട്ടി. ₹1,00,000. ആശാനെ, ആശാ നോക്കിക്കോ, ഞാനവനെ എങ്ങനെയാ പിടിക്കുന്നതെന്ന്. പാഷാ! എന്നെ തേടി എന്റെ സങ്കേതത്തിൽ എത്തുന്നവന്റെ എല്ലാം വിധി ഇതായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. ഭാഷ ഇങ്ങോട്ടാക്രമണം തുടങ്ങിയിരിക്കുക. ഇനി അടങ്ങിയിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്ത് സംഭവിച്ചാലും ശരി, ഉടൻ പുറപ്പെടുക. ജഗദീഷ്, ഭാഷയുടെ സങ്കേതം എവിടെയാണെന്ന് വെച്ചാൽ നാം പുറപ്പെടുക. സങ്കേതം കണ്ടുപിടിക്കും. അതിന്റെ ഒരു ഏകദേശ രൂപം എന്റെ ആൾക്കാർ വന്ന് പറഞ്ഞു. ഈ മരുഭൂമിയുടെ അങ്ങേയറ്റത്ത് ഒരു പഴയ കോട്ടയുണ്ട്. ആ ഭാഗങ്ങളിൽ ചില കൊള്ളക്കാരെ കണ്ടതായി അവർ പറഞ്ഞു. എന്റെ കൂടെ വരാനായി അവർ പുറത്ത് കാത്തു നിൽക്കും. എന്നാലും താമസിക്കണ്ട, പുറപ്പെടാം. വരും.